കരുവന്നൂരിന് ഒപ്പം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ കമ്പനിയും കുരുക്കിലേക്ക്. എക്സാലോജിക് എന്ന വീണ വിജയന്റെ കമ്പനിയുടെ കുരുക്ക് മുറുക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തീരുമാനിച്ചു. മാസപ്പടി കേസിൽ പ്രാഥമിക വിവരശേഖരണം ED പൂർത്തിയാക്കി. ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട മാസപ്പടി കേസിൽ CMRL ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യാനാണ് തീരുമാനം. കരിമണൽ കർത്തയുടെ കമ്പനിയുടെ ജീവനക്കാർ നൽകുന്ന മൊഴി നിർണായകമായി മാറും വീണ വിജയന്. നാളെ ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ട് CMRL ഉദ്യോഗസ്ഥയ്ക്ക് ED നോട്ടീസ് നൽകി. കൊച്ചിയിലെ ഓഫീസിൽ ഹാജരാകാനാണ് നോട്ടീസിൽ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഫിനാൻസ് ചുമതലയുള്ള ഉദ്യോഗസ്ഥനെയാണ് നാളെ ചോദ്യം ചെയ്യാൻ വിളിച്ചിട്ടുള്ളത്. ആദായ നികുതി സെറ്റിൽമെന്റ് ബോർഡിന്റെ വിധിയാണ് ഈ കേസിന് ആധാരം. ഈ വിധിയെ അംഗീകരിച്ച് CMRL നികുതി വെട്ടിപ്പിൽ പിഴയടിച്ച് ഒഴിവായി. ഈ സാഹചര്യത്തിൽ EDക്ക് മുമ്പിൽ അന്ന് ആദായ നികുതി സെറ്റിൽമെന്റ് ബോർഡിന് മുമ്പിൽ നൽകിയ മൊഴി ആവർത്തിക്കുമോ എന്നതാണ് നിർണായകം. ആ മൊഴി നിരസിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് CMRLന് ഉള്ളത്. കാരണം വിധിക്കെതിരെ അവർ അപ്പീൽ പോയിട്ടില്ല. അത് അംഗീകരിച്ച് കേസ് ഒഴിവാക്കുകയാണ് ചെയ്തത്. പിഴയടച്ച കേസിൽ ഇനി മൊഴിമാറ്റിയാൽ അത് പുതിയ പ്രശ്നമായി മാറും. പിണറായി വിജയന്റെ മകൾ വീണ വിജയനും അവരുടെ സോഫ്റ്റ്വെയർ സ്ഥാപനമായ എക്സാലോജിക്കിനും കരിമണൽ കമ്പനിയായ CMRLിൽ നിന്ന് ഇല്ലാത്ത സേവനത്തിന് 1,72 ലക്ഷം രൂപ നൽകിയെന്നായിരുന്നു ആദായ നികുതി സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തൽ. ഇതുകൂടാതെ ലോൺ എന്ന നിലയിലും വീണയ്ക്ക് പണം നൽകിയിരുന്നു. ഇക്കാര്യത്തിൽ കേന്ദ്ര സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസും അന്വേഷണം നടത്തുന്നുണ്ട്. അതിനിടയിലാണ് ED അന്വേഷണവും നടക്കുന്നത്. വീണ വിജയൻ, എക്സാലോജിക് കമ്പനി, CMRL, പൊതുമേഖലാ സ്ഥാപനമായ KSIDC എന്നിവരാണ് നിലവിൽ EDയുടെ അന്വേഷണ പരിധിയിലുള്ളത്. ഇതിനെല്ലാം ആധാരം സെറ്റിൽമെന്റ് ബോർഡിന് മുമ്പിൽ CMRL നൽകിയ മൊഴികളാണ്. അത് EDക്ക് മുമ്പിലും ആവർത്തിച്ചാൽ വീണ വിജയൻ വലിയ പ്രതിസന്ധിയിലായി മാറും. CMRLുമായുള്ള സാമ്പത്തിക ഇടപാടിന് പുറമെ വീണ വിജയന്റെ സ്ഥാപനം നടത്തിയ മറ്റ് സാമ്പത്തിക ഇടപാടുകളും പരിശോധിക്കുമോ എന്നുള്ളത് വ്യക്തമല്ല. എന്നാൽ ഇല്ലാത്ത സേവനത്തിന് വീണയുടെ കമ്പനി പണം വാങ്ങിയത് കള്ളപ്പണം വെളുപ്പിക്കലിന്റെ പരിധിയിൽ വരുമെന്നാണ് ED കണക്ക് കൂട്ടുന്നത്. CMRLിന്റെ ബാലൻസ് ഷീറ്റിൽ കള്ളക്കണക്കിന്റെ പെരുക്കങ്ങളുണ്ടെന്ന് ആദായ നികുതി വകുപ്പും കണ്ടെത്തിയിരുന്നു. അന്വേഷണത്തിന്റെ അടുത്തപടിയായി വീണയടക്കമുള്ള എതിർകക്ഷികളിൽ നിന്ന് രേഖകൾ ആവശ്യപ്പെടും. സഹകരിച്ചില്ലെങ്കിൽ റെയ്ഡ് ചെയ്ത് പിടിച്ചെടുക്കും. തുടർന്നാകും ചോദ്യം ചെയ്യൽ. ആവശ്യമെങ്കിൽ സ്വത്തുക്കൾ മരവിപ്പിക്കുന്നത് അടക്കമുള്ള നടപടികളിലേക്ക് എൻഫോഴ്സ്മെന്റിന് കടക്കാം. CPM പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന കരുവന്നൂർ കേസിൽ ED ചോദ്യം ചെയ്യലുകൾ നടത്തുന്നുണ്ട്. അറസ്റ്റിലേക്കും ഇത് കടക്കും എന്നാണ് സൂചന. അതിനിടയിലാണ് എക്സാലോജിക്കിനെതിരെ അന്വേഷണം ശക്തമാക്കാൻ ED തീരുമാനിച്ചിരിക്കുന്നത്.